ഞങ്ങളൊട്ടും പ്രതീക്ഷയില്ല. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഭക്ഷണത്തിലും അതിഥികളെ സ്വീകരിക്കുന്നതിലും ഒക്കെ തൽപരനാണ് മുനീർ സാഹിബ്. മുനീർ സാഹിബിന്റെ വീട് ജപ്തി ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടം വന്നു. ഒരുപക്ഷെ ആ കുടുംബത്തിലുണ്ടായിരുന്ന ഇന്ത്യ വിഷൻ കുടുംബത്തിലും അല്ലാതെയുമുള്ള എല്ലാവർക്കും. ഞങ്ങൾ സ്വപ്നത്തിൽ പോയി വിചാരിച്ചില്ല. നമ്മളുടെയൊക്കെ പൊതുബോധത്തിലുണ്ടായിരുന്ന മുനീർ സാഹിബ് അത്യാവശ്യം നല്ല സാമ്പത്തിക നിലയിൽ മുന്നോട്ട് പോകുന്ന ആളാണ് എന്ന നിലയിൽ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് അങ്ങനെയല്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ മുനീർ സാഹിബിന്റെ ജപ്തിയുടെ സങ്കടങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നു. പാർട്ടി മുനീർ സാഹിബിനോടൊപ്പം നിൽക്കുന്ന നിമിഷമാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. മുനീർ സാഹിബിന്റെ ആ അഭിമുഖം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു സങ്കടമുണ്ട്. ഇത് എങ്ങനെയാണ് മുനീർ സാഹിബിന് ഇങ്ങനെ ഒരു ജപ്തി ഭീഷണിയിലേക്ക് പോകുന്നത്? അത് ക്രസന്റ് ഹൗസ് ജപ്തി ഭീഷണിയിലേക്ക് പോവുക എന്നുള്ളത് ഒരുപക്ഷെ ഒരാൾക്ക് ഊഹിക്കാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ നേതാവ് 2 തവണ മന്ത്രി, അതും പൊതുമരാമത്ത് വകുപ്പ് ഒരു തവണ കൈകാര്യം ചെയ്തു, 2ാമത്തെ തവണ പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്തു, മലപ്പുറം ജില്ലയെ മലപ്പുറം കോൺസ്റ്റിറ്റ്യുവൻസി പ്രതിനിധീകരിച്ചു, കൊടുവള്ളി പ്രതിനിധീകരിച്ചു, കോഴിക്കോട് സൗത്ത് പ്രതിനിധീകരിച്ചു. ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് കടം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. കാരണം അത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തരുത് എന്നുള്ളത് ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് പഠിച്ച പാഠമാണ്. അപ്പോൾ വ്യക്തി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം ഒരു ഉപജീവനത്തിന് വേണ്ടിയല്ല, രാഷ്ട്രീയ സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാത്തത് നിങ്ങൾ സ്വയം, നിങ്ങളുടെ വ്യക്തി ജീവിതം നിങ്ങൾ സ്വയം നിർണ്ണയിക്കുകയും സ്വയം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ആ കാര്യത്തിൽ ഉണ്ടായൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ മുഴുസമയ രാഷ്ട്രീയക്കാരനായിരുന്നു. എൻ്റെ ഈ 29ാമത്തെ വയസ്സിൽ ഞാൻ MLA ആവുന്നത്. അത് കഴിഞ്ഞ് 30 വർഷം ഞാൻ MLA ആയി. ഒരു 5 വർഷം പിന്നെ മങ്കടയിൽ മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടു. എന്നാലും ആ തിരഞ്ഞെടുപ്പിലും മത്സരിച്ചു. അത് കഴിഞ്ഞ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ആ സമയത്തും വളരെ സജീവമായി തന്നെ രാഷ്ട്രീയം. അപ്പം ആ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിനിടയിൽ എനിക്കെൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാൻ അധികം സമയം കിട്ടിയിട്ടില്ല. അതിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഈ കച്ചവടമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. PWD മന്ത്രി എന്ന നിലയിൽ ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് ഒരു കോൺട്രാക്ടിന് കൊടുത്താൽ തീരാവുന്ന ജപ്തി അങ്ങേക്കുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്നെ തേടിയിട്ട് ആരും വരില്ല അവിടെ. ഇപ്പൊ പാർട്ടി എല്ലാ ബാധ്യത ഏറ്റെടുത്തു. ഇപ്പൊ ഇനി ക്രസന്റ് ഹൗസിന് മുനീർ സാഹിബും പാർട്ടിയുമാണ് യഥാർത്ഥത്തിൽ, അല്ലേ? ശരിയാണ്. അത് എൻ്റെ പിതാവ് പിന്നെ മരിക്കുന്ന സമയത്ത് ഇത് പിന്നെ ഈ വീടിന്റെ ആധാരം ബാങ്കിലാണ്. ഓ, അന്നത്തെ വീടിന്റെ, ഈ വീടിന്റെ ആ സമയത്ത് താമസിക്കുമ്പോൾ മുമ്പുള്ള വീടിന്റെ ആ വീടിന്റെ ആധാരം വാപ്പ മരിക്കുമ്പോഴത് പിന്നെ ബാങ്കിലാണ്. അന്നും പിന്നെ പാർട്ടിയും എല്ലാവരും ഇടപെട്ടിട്ടാണ് അതെടുത്ത് വീണ്ടും നമുക്ക് തന്നത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. കാര്യം ഇത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് വെറുതെ ഇതൊരു തെരഞ്ഞെടുപ്പ് സമയത്തുള്ള, അങ്ങനെയും വിചാരിക്കാമല്ലോ ആളുകൾക്ക്. മറ്റിടങ്ങളിൽ മറ്റു പേരുകളിൽ ബിനാമിയൊക്കെ ആയിട്ടാണല്ലോ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുക. എന്നിട്ട് ഇതൊരു മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ് എന്ന് മറ്റുള്ള ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അല്ല, ചിന്തിക്കാൻ നമുക്ക് ഏത് രീതിയിലും ചിന്തിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ആരോടും പറഞ്ഞിട്ടുമില്ല. ആരോടും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇത് ഞാൻ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി പറഞ്ഞതുമല്ല. അവർക്ക് ഒരു ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്ക് 31-ാം തീയതി ജപ്തിക്ക് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ബാങ്കാണ് അതിൻ്റെ കടലാസുകളൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ മുഴുവൻ ഇവിടെ മുന്നിലുണ്ടായത്. അതുവരെ അത് ഞങ്ങളുടെ എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലാതെ എൻ്റെ സുഹൃത്തുക്കൾക്കും ഇല്ല. എൻ്റെ ഏറ്റവും അടുത്ത് തന്നെ എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന വലിയ സൗഹൃദങ്ങളുണ്ട്. അവരോടും പറഞ്ഞിട്ടില്ല? ഇല്ല, എൻ്റെ കൂടെ മാത്രം അറിയാം. കുടുംബത്തിന് മാത്രമേ അറിയൂ. സുഹൃത്തുക്കളോടും പറഞ്ഞില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല? ഇല്ല, ആരോടും. അത് നമുക്ക് പറയുന്നതോടുകൂടി പിന്നെ നമ്മളുടെ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുകയെ. എൻ്റെ സ്വന്തമായ ഒരു വ്യക്തിപരമായി ഞാനെടുത്ത ഒരു ലോണിന്
മറ്റുള്ളവരെ എന്തിനാണ് ആ ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. അപ്പം ഞാൻ തന്നെ അത് കണ്ടെത്താം. അപ്പം എനിക്ക് ഒരു കൊച്ചു വീട്, ഞാൻ ആദ്യം താമസിച്ചിരുന്നത് ജാഫർ ഖാൻ കോളനിയിൽ, അതൊരു 8 സെന്റ് സ്ഥലത്ത് ഞാനൊരു വീട് എടുത്തു. ആ വീട് അന്ന് എടുത്തത് MLA ലോണുണ്ട്, ആ ലോണിലാണ് എടുത്തത്. പക്ഷെ അത് പതുക്കെ ചെറിയ ലോണായിരുന്നു, അടച്ചു വീട്ടി. അപ്പം ഇതിൻ്റെ ലോണ് ഇത് ഒന്ന് നവീകരിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള 70 ലക്ഷം രൂപയാണ് മൊത്തം. CHന്റെ ഖബർ തൊട്ടപ്പുറത്താണ് അല്ലേ? തൊട്ടടുത്ത്. അപ്പം അതിനു വേണ്ടി എടുത്ത 70 ലക്ഷം രൂപയാണ്. അപ്പൊ മറ്റേ വീട് പിന്നീട് സഹോദരിക്ക് വേണ്ടിയിട്ട്? അല്ല, ആ വീട് ഞാൻ വിറ്റു. ആ തുക ഇതിൽ പകുതി ലോൺ കൊടുത്തു. പകുതി ലോൺ വിട്ടു. പക്ഷെ ഈ ലോൺ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സമയം ചെല്ലും തോറും കൂടി പലിശ എങ്ങനെയാണ്? അപ്പൊ പഴയ നിലയിലേക്ക് തന്നെ എത്തി. ഞാൻ പകുതി കൊടുത്തെങ്കിലും വീണ്ടും പഴയ നിലയിലേക്ക് തന്നെ എത്തി. പിന്നെ ബാങ്ക് കുറെ അധികം സഹായിച്ചിട്ടുണ്ട്. അവർ കുറെ സമയം നീട്ടിത്തരികയൊക്കെ ചെയ്തു. പിന്നെ 1 ടൈം സെറ്റിൽമെന്റിന് ഞാൻ പോയി. അപ്പോൾ പിന്നെ 58 ലക്ഷം രൂപയുള്ളത് അവർ 49 ആക്കി തന്നു. പക്ഷെ അതും കൊടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളിങ്ങനെ പലതും കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ